ഇന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ. ബീഫ് ചെറിയ പീസാക്കിയ ബീഫിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച മസാലയും ചേർക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല, തൈര് എന്നിവ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാണ്. 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടിയാണ് മിക്സ് ചെയ്തൊഴിക്കുന്നത്. അതിലേക്ക് 1 സ്പൂണ് പെരുംജീരകം, അതേപോലെ 1 സ്പൂണ് ഉലുവ, ഒന്ന് പൊട്ടി വരുമ്പോൾ ഗ്രാമ്പും പട്ടയും ചേർക്കാം. അത് ചേർത്തതിലേക്ക് നമുക്ക് ഈ വലിയ ഉള്ളി ചേർത്ത് ഒന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം വഴലൊന്നും വേണ്ട, കാരണം ബീഫ് കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിക്കാനുള്ളതാണ്. 2 മീഡിയം സൈസ് തക്കാളി കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഉള്ളി ഇത്രയായാൽ മതി. തക്കാളി അരിഞ്ഞതോടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഈ ബീഫ് പുരട്ടി വെച്ച ബീഫ് നമ്മളതിലേക്ക് തട്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുക്കറിൻ്റെ ലെവലനുസരിച്ചിട്ട് നമുക്കൊരു 8 വിസിൽ, ഈ വെന്ത ബീഫാണിത്, അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കൈമ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ക്യാരറ്റും കയ്യിലുണ്ടായിരുന്നു, അതുകൂടി ഇടാണ്. ഈ സമയത്ത് തിളച്ച വെള്ളമാണ്. ഇരട്ടി വെള്ളം വെക്കുന്നതിന് നമ്മൾ 1/4 ഭാഗമേ വെള്ളം എടുക്കുന്നുള്ളൂ. അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ അന്നേരം നോക്കണം, ഉപ്പ് എരിവൊക്കെ നോക്കണം. എരിവില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 2ാമത്തെ വിസിൽ കുറച്ചൊന്ന് സിമ്മിലും ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി ബിരിയാണി വെന്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നിട്ടാണ് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാ സാലഡും തൈരും ചമ്മന്തിയൊക്കെ ആയിട്ട് നമ്മളെ ബീഫ് ബിരിയാണി സൂപ്പറായിട്ട് ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. Thank you for watching.